നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലർ ഗ്രാമറിനെ കുറിച്ചാണ്. സോ പ്രയർ ടു ദാറ്റ് നമുക്ക് ബേസിക്കലി നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷന്റെ ഗ്രാമർ എന്താണെന്നുള്ളത് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഒരു കാര്യമുണ്ട്, അതായത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഒരു കറസ്പോണ്ടിങ് ഒരു റെപ്രസെന്റേഷൻ ആണ് റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഈ റെഗുലർ ലാംഗ്വേജിന്റെ റൂൾസ്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഏതൊരു ലാംഗ്വേജ്, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ് ഓർ മലയാളം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ കറസ്പോണ്ടിങ് റൂൾസിനെ നമുക്കൊരു ഗ്രാമർ എന്ന് പറയാൻ പറ്റുന്നത് പോലെ നമ്മളിപ്പോ പറഞ്ഞ റെഗുലർ ലാംഗ്വേജിന്റെ ഒരു റൂളാണ് റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഏതൊരു ഓട്ടോമേറ്റയും, ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഏതൊരു ഓട്ടോമേറ്റ ആണെങ്കിലും കറസ്പോണ്ടിങ് ഒരു ലാംഗ്വേജും അതിന്റെ ഒരു ഗ്രാമറും ഉണ്ടാവും. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോമേറ്റിനെ നമ്മൾ എന്താണ്, നമ്മളിങ്ങനെ ട്രാൻസിഷൻ ഡയഗ്രംസ് പോലെയൊക്കെ വരച്ചു. ലാംഗ്വേജിനെ നമ്മൾ പല രീതിയിൽ എക്സ്പ്രഷൻസ് ആയിട്ട്, റെഗുലർ എക്സ്പ്രഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ വേർബൽ ആയിട്ടോ ഒക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തു. സെയിം വേ അതിന്റെ കറസ്പോണ്ടിങ് റൂൾസ് ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഓട്ടോമേറ്റിക് കറസ്പോണ്ടിങ് നമുക്ക് ഒരു കറസ്പോണ്ടിങ് എന്തായിരുന്നു ലാംഗ്വേജ് ഉണ്ട്, അതിന് ഗ്രാമേഴ്സും ഉണ്ട്. സോ ബേസിക്കലി ഓരോ ഓട്ടോമേറ്റിക് കറസ്പോണ്ടിങ് ഗ്രാമർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇതില് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ട്രാൻസിഷൻ ടേബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഡയഗ്രം ആയിട്ട്, ഓറൽസ് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഫംഗ്ഷൻ ആയിട്ട്. ലാംഗ്വേജിനെ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു, അല്ലെങ്കിൽ വേർബലി തന്നെ ഓരോ ലാംഗ്വേജും സെറ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റും. ലൈക്ക് വൈസ് ഇതിന്റെ രണ്ടിന്റെ കറസ്പോണ്ടിങ് റൂൾ ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് അപ്പോൾ ഗ്രാമറിന് ഒരു ഫോമാറ്റ് ഉണ്ട്. ജനറലി ഗ്രാമർ എന്ന് പറയുന്നത് നമ്മുടെ TOC സംബന്ധിച്ചിടത്തോളം ഗ്രാമർ എന്ന് പറയുന്നത് ഒരു 4 മെമ്പേഴ്സ് ഉള്ള ഒരു സെറ്റ് ആണ്. ദാറ്റ് ഇസ് വേരിയബിൾ, ടെർമിനൽ, സ്റ്റാർട്ട് സിമ്പൽ ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പൊ നമ്മൾ ഓട്ടോമേറ്റ ആയിട്ട് പറഞ്ഞു, അപ്പൊ ഫൈനൈറ്റ് ഓട്ടോമേറ്റനെ നമ്മൾ ട്വിൻ ടപ്പിൾ എന്നാണ് പറഞ്ഞത്. 5 ടപ്പിൾസ് ഉള്ള മെമ്പർ ആയിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു അതിൽ? സെറ്റ്സ്, ക്യൂ, സിഗ്മ, ഡെൽറ്റ, Q0 ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇതിന്റെ കറസ്പോണ്ടിങ് റൂൾ ആണ് അപ്പൊ ഗ്രാമർ എന്ന് പറയും. ഇപ്പൊ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മുടെ ഫൈനൈറ്റ് DFA അല്ലെങ്കിൽ NFA, അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാമറിനെ നമ്മളപ്പോ റെഗുലർ ഗ്രാമർ എന്ന് പറയും. അത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് റെഗുലർ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇനി റെഗുലർ ഗ്രാമറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാമറിന്റെ ഫോമാറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. സോ ബേസിക്കലി അപ്പൊ ഞാൻ നോർമൽ ആയിട്ട് ഗ്രാമർ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് റെഗുലർ ഗ്രാമറിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഗ്രാമർ എന്ന് പറയുന്ന G എന്ന് പറയുന്ന 4 മെമ്പേഴ്സ് ആണ്. വേരിയബിൾസ്, ടെർമിനൽസ്, സ്റ്റാർട്ട് സിമ്പൽ, പ്രൊഡക്ഷൻ എന്ന് പറയും. ഇനി ഇതില് വേരിയബിൾസ് എന്ന് നമ്മൾ ആക്ച്വലി ഇത് മീൻ ചെയ്യുന്ന ചേഞ്ച് ആകുന്ന മെമ്പേഴ്സിനെ, ഫൈനൈറ്റ് സെറ്റ് ഓഫ് ചേഞ്ച് ആകുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ടെർമിനൽസ് നമ്മൾ ആൽഫബറ്റ്സ് ആണ്. എന്ത് ആൽഫബറ്റ്സ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് കറസ്പോണ്ടിങ് ടെർമിനൽസ്. സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇനി ഫൈനൈറ്റ് ഓട്ടോമേറ്റിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് സ്റ്റാർട്ട് സ്റ്റേറ്റ് കൊടുക്കുന്ന പോലെ ഇതിനൊരു സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ട്, S. പ്രൊഡക്ഷൻസ് നമ്മൾ ഓട്ടോമേറ്റിൽ ഇങ്ങനെ ട്രാൻസിഷൻ പ്രൊഡക്ഷൻസ് കൊടുത്തിരുന്നതിന്റെ കറസ്പോണ്ടിങ് ഒരു റൂൾ ആണ് നമ്മൾ പ്രൊഡക്ഷൻസ് എന്ന് പറയുക. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോ എസ് ഗീവിംഗ് ASB ബാർ ലാംഡ അല്ലെങ്കിൽ എപ്സിലോൺ. അപ്പൊ ഈ ഗ്രാമറിനെ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് S, ടെർമിനൽസ് എയും ബിയും, സ്റ്റാർട്ട് സിമ്പിൾ അഗെയിൻ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. എസ് തന്നെയാണ് സ്റ്റാർട്ട് സിമ്പിൾ. വേരിയബിൾസ് ഇവിടെ എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ പ്രൊഡക്ഷൻ P1 എന്ന് പറഞ്ഞ് തരും. എന്നിട്ട് ഇതായിരിക്കും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഇത് നോക്കിയാൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഒരു വാല്യൂനെ റീപ്ലേസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന കറസ്പോണ്ടിങ് സ്ട്രിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പൊ എസിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞാൻ ഇപ്പൊ എപ്സിലോൺ, ഏറ്റവും മിനിമൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എസിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന എപ്സിലോൺ കിട്ടും ഒരു പ്രൊഡക്ഷനിൽ. സെക്കൻഡിൽ ഞാൻ ഇത് തുറന്നു കഴിഞ്ഞു. ഇനി എസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്സിലോൺ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് എടുക്കുന്നു. ASB എടുത്തു. ഇനി ഈ എസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഈ എസിന് ഈ എപ്സിലോൺ വെച്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ AB എന്നതാണ് ഇതിലെ നെക്സ്റ്റ്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. SB, ASB, വീണ്ടും ഞാൻ എസ് തന്നെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ AASBB എന്ന് കിട്ടും. ഇനി ഞാൻ അടുത്ത ഫോമാറ്റിൽ ഈ എസിന് എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AABB എന്ന് കിട്ടും. ഇതിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇതിലെ സിമ്പിൾസ്, ഇതിലെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈതർ എപ്സിലോൺ അല്ലെങ്കിൽ AB, AABB, AAABBB ഇങ്ങനെ പോകും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എസ് ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബീസ് ആണ് ഈ ഗ്രാമർ നമ്മൾക്ക് കറസ്പോണ്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി ഒരു ഗ്രാമർ എന്ന് പറഞ്ഞത്. ഇതിനെ തന്നെ ഞാൻ രണ്ട് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗ്രാമർ ആയിട്ട് പറയാം. ഗ്രാമറിനെ നമുക്കൊരു പ്രത്യേക തരത്തിൽ എഴുതാം. ദാറ്റ് ഈസ് റൈറ്റ് ലീനിയർ ഓർ ലെഫ്റ്റ് ലീനിയർ എന്ന് പറയാം. ഗ്രാമറിനെ റൈറ്റ് ലീനിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയർ എന്ന് എഴുതാം. അപ്പോൾ ഈ റൈറ്റ് ലീനിയർ ആൻഡ് ലെഫ്റ്റ് ലീനിയർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഈ എഴുതിയ പ്രൊഡക്ഷനിലെ ഒരു വേരിയേഷൻ ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. ഇതേ ലാംഗ്വേജിന്റെ അല്ല, വേറൊന്നല്ലേ. സപ്പോസ് A ഗീവിംഗ് XB
ബാർ എക്സ്. ഇതിലെ ഈ ഒരു പ്രൊഡക്ഷനിലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വേരിയബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനിൽ വേരിയബിൾ വന്നിട്ടില്ല. അതായത് ഈ പ്രൊഡക്ഷനെ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷനെ രണ്ടായിട്ട് എഴുതാം. എ ഗീവിംഗ് എക്സ് ബി എന്നും എഴുതാം, എ ഗീവിംഗ് എക്സ് എന്നും എഴുതാം. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതിപ്പോ LHS നോർമൽ RHS നമ്മൾക്ക് വേരിയബിൾ ഉള്ള പ്രൊഡക്ഷൻ, ഓക്കെ, അതായത് ഈ പ്രൊഡക്ഷന്റെ RHS വേരിയബിൾ റൈറ്റ് ഹാൻഡിൽ റൈറ്റ് സൈഡിലായിരിക്കും. ഇപ്പൊ ഇതിന്റെ റൈറ്റ് പോർഷനിലാണ് കറസ്പോണ്ടിങ് വേരിയബിൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ റൈറ്റ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റൈറ്റ് ലീനിയർ എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് എന്താണ്, എ ബി എക്സ് ബി എന്നുള്ളതിൽ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ റൈറ്റ് പാർട്ടിലാണ് വേരിയബിൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രാമറിനെ റൈറ്റ് ലീനിയർ എന്ന് പറയും. ഇനി ഇത് തന്നെ ഒരെണ്ണം കൂടെ കാണിക്കാം. എ ഗീവിംഗ് ബി എക്സ് ബാർ എക്സ്. ഇപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വേരിയബിൾ വന്നിരിക്കുന്നത്. അതാണ് ലെഫ്റ്റ് ലീനിയർ എന്ന് പറയുന്നത്. സോ ഗ്രാമർ ഏതൊരു ഗ്രാമറിനെ റൈറ്റ് ലീനിയർ ആയിട്ടോ ലെഫ്റ്റ് ലീനിയർ ആയിട്ടോ പറയാം. ഇനി കോമ്പിനേഷൻ ആയിട്ട് ഈ പറഞ്ഞത് റൈറ്റ് ലീനിയറും അല്ല, ഈ ഒരു എക്സാമ്പിൾ റൈറ്റ് ലീനിയറും അല്ല ലെഫ്റ്റ് ലീനിയറും അല്ല, അങ്ങനത്തെ കേസുകളും വരാം. സോ ഇതാണ് ബേസിക് ഗ്രാമർ. ഇത് നമുക്ക് ഒരു ഗ്രാമർ തന്നാൽ അതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ലാംഗ്വേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണത് ഒരു ഗ്രാമറിന്റെ ഇത് മെൻഷൻ ചെയ്യും. കറസ്പോണ്ടിങ് ലാംഗ്വേജ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഇത് നമുക്ക് റെഗുലർ ഗ്രാമർ എന്താണെന്നുള്ളത് കാണാം. റെഗുലർ ഗ്രാമർ എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, റൈറ്റ് ലീനിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയർ. സോ ഒരു റെഗുലർ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ റൈറ്റ് ലീനിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയർ മാത്രമേ ആകാൻ പാടുള്ളൂ. സോ ഈതർ ഇറ്റ് ഈസ് റൈറ്റ് ലീനിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയർ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷനും ഇത് പെർമിറ്റ് ചെയ്യില്ല റെഗുലർ ഗ്രാമറിൽ. അപ്പോൾ കോമ്പിനേഷൻ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഒരു ഗ്രാമർ റെഗുലർ ഗ്രാമർ ആയിരിക്കില്ല. ആൻഡ് അഗെയിൻ അതിന് കറസ്പോണ്ടിങ് റെഗുലർ ലാംഗ്വേജും ഉണ്ടാവില്ല. ഇനി ഈ ഇപ്പൊ പറഞ്ഞ റെഗുലർ ഗ്രാമറിനെ നമ്മൾ ടൈപ്പ് 3 ഗ്രാമർ എന്ന് പറയും. അതിന്റെ കറസ്പോണ്ടിങ് ആണ് നമുക്ക് റെഗുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ കറസ്പോണ്ടിങ് NFA ഓർ DFA കിട്ടുന്നത് റെഗുലർ ഗ്രാമറിന്റെ കറസ്പോണ്ടിങ് ആയിരിക്കും. ഇനി ഗ്രാമറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ് ഗീവിംഗ് ഒരു ടെർമിനൽ, അല്ലെങ്കിൽ എക്സ് ഗീവിംഗ് ഒരു ടെർമിനൽ പിന്നെ ഒരു നോൺ ടെർമിനൽ എന്നുള്ള വേരിയബിൾ എന്നുള്ള ഒരു ഫോമാറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എപ്സിലോൺ എന്നുള്ള ഒരു ഫോമാറ്റോ നമുക്ക് പെർമിസിബിൾ ആണ്. ഇനി ബേസിക്കലി ഇപ്പോ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇപ്പോ കറസ്പോണ്ടിങ് a raised to m, b raised to n, m greater than 0 and n greater than 0. ഈ കറസ്പോണ്ടിങ് ഗ്രാമറിന്റെ ലാംഗ്വേജിന്റെ ഗ്രാമർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നോക്കിയാൽ നമുക്കറിയാം ഇതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാം. എ എന്ന് പറയുന്നത് 0 എത്ര നമ്പർ, അപ്പൊ A സ്റ്റാർ, ബി എന്ന് പറയും 0 ഓർമ്മ. അപ്പൊ A സ്റ്റാർ B സ്റ്റാർ എന്നുള്ള കണ്ടീഷനാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി എപ്സിലോൺ ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, എ അല്ലെങ്കിൽ ബി എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും എന്നുള്ളത് എപ്സിലോൺ പെർമിസിബിൾ ആണ്. സോ എ ബാർ എപ്സിലൺ, ഈ എപ്സിലൺ ആദ്യം നമുക്ക് കൊടുക്കാം. ഒന്നും ഇല്ലാത്ത കേസ് ആയി വരുന്നതെങ്കിൽ എ എന്നുള്ള കേസ് എടുക്കാം. ഇനി എ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നിന്ന് എ എന്നുള്ള എലോൺ മാത്രം നമുക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ഈ എ നമുക്ക് വീണ്ടും എത്ര നമ്പർ ഓഫ് എസ് വേണമെങ്കിലും വരാമെന്നുള്ള ഫോമാറ്റിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി ഇത് കഴിഞ്ഞാൽ ബി വരണമെങ്കിൽ ബി നെക്സ്റ്റ് ഒരു ഫോർമാറ്റ് വെച്ചും നമ്മൾ കൊടുക്കുന്നു. ഇത്രയും കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് എ ഞാൻ ആദ്യം എപ്സിലോൺ ചൂസ് ചെയ്ത് അതുകൊണ്ട് ഡീഫോൾട്ടിൽ എപ്സിലോൺ എടുത്തു. ഇനി എ എലോൺ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പൊ എ എലോണും വരാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ എ ചൂസ് ചെയ്തു. ഇനി ഈ എനെ ഞാൻ നെക്സ്റ്റ് ഒരു എയും ബിയും മാത്രം മതി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ രണ്ടാമത് ബി ചൂസ് ചെയ്യുന്നു. ഈ എക്ക് പകരം ബി ചൂസ് ചെയ്തു. ബി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ബിയെ ബി മാത്രം ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ബി ചൂസ് ചെയ്താലും ബി എന്നൊക്കെ ചൂസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഈ കറസ്പോണ്ടിങ് ലാംഗ്വേജിന്റെ ഗ്രാമർ കിട്ടുന്നുണ്ട്. ഇത് ബേസിക്കലി പ്യോർ ലോജിക് ആണ് കേട്ടോ. നമുക്ക് എന്ത് ലോജിക്കലും ഇത് എഴുതാം. ഞാൻ എഴുതുന്ന ഗ്രാമർ നിങ്ങൾ എഴുതുന്നതും ഒരേപോലെ തന്നെ ഇരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന ലോജിക് അനുസരിച്ച് ഗ്രാമർ മാറി കറസ്പോണ്ടിങ് ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയാകും. സോ ഇതാണ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇതൊരു റെഗുലർ ലാംഗ്വേജ് ആണ്. കറസ്പോണ്ടിങ് ഗ്രാമർ എന്ന് പറയുന്നത് ഇത് റൈറ്റ് ലീനിയർ ആണ് അല്ലെ. എല്ലാ പ്രൊഡക്ഷൻസും റൈറ്റ് ലീനിയർ ആണ്. ഇതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. ഇത് പക്ഷേ ഡയറക്റ്റ് വേരിയബിൾ മാത്രമാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. നമുക്ക് ഇതിന് റൈറ്റ് ലീനിയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇതാണ് ഒരു എക്സാമ്പിൾ, റെഗുലർ ഗ്രാമറിന്റെ എക്സാമ്പിൾ. സോ റെഗുലർ ഗ്രാമർ ബേസിക്കലി റൈറ്റ് ലീനിയർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിയർ ആയിരിക്കണം. രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ അത് പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ റെസ്പോൺസ്. അപ്പോൾ ഇതിന്റെ നമ്മൾ റെഗുലർ എക്സ്പ്രഷനും എഴുതി എല്ലാം. ഇനി
നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കറസ്പോണ്ടിങ് ഒരു NFA അല്ലെങ്കിൽ DFA വരയ്ക്കാം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ റൂള് എന്ന് ബേസിക്കലി പറഞ്ഞു ഇപ്പൊ സപ്പോസ് ഞാനൊരു V0 ഈക്വൽ ടു A1 V1 ഈക്വൽ ടു AB V0 ബാർ B. ഇതാണ് നമ്മുടെ ഒരു ജനറൽ ഗ്രാമർ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാനൊരു ഈ റൂൾസിനെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ കാണിക്കാം കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന വേരിയബിൾസ്, ഇപ്പൊ ഇതിലെ വേരിയബിൾസ് V0യും V1ഉം ആണ് കേട്ടോ. ഇതിനെ രണ്ടിനെയും സ്റ്റേറ്റ്സ് ആയിട്ട് വരയ്ക്കാം. V0 V1 ഞാൻ രണ്ട് സ്റ്റേറ്റ്സ് ആയിട്ട് വരച്ചു. ഇനി ഗ്രാമർ തരുമ്പോൾ ഇതിന്റെ അകത്ത് എന്തായാലും സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ ഇതിന്റെ അകത്ത് സ്റ്റാർട്ട് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് ഡിനോട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ V0 ആണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്, അതുകൊണ്ട് ഇതിനെ ഞാൻ V0 ഇനീഷ്യൽ ആയിട്ട് എഴുതി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ലീനിയറിന്റെ ആണ് കേട്ടോ വരയ്ക്കുന്നത്. റൈറ്റ് ലീനിയർ വരയ്ക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻസ് ഓഫ് ദ ഫോം VI A VJ എന്നാണെങ്കിൽ VIയിൽ നിന്ന് VJയിലേക്ക് A റീഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസിഷൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ V0യിൽ നിന്ന് A റീഡ് ചെയ്ത് V1ലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു പ്രൊഡക്ഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതിൽ തന്നെ സപ്പോസ് V0 A VJ ബാർ A എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ VIയിൽ നിന്ന് A റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ആൻഡ് അഗൈൻ അത് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ VJ ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇങ്ങനെ തന്നാൽ മാത്രം, ദാറ്റ് മീൻസ് VI A VJ ബാർ A എന്ന് തന്നാൽ അത് കറസ്പോണ്ടിങ് VJ ഫൈനൽ സ്റ്റേറ്റ് ആണെന്നൊരു അസംപ്ഷൻ എടുക്കാം. അത് രണ്ട് ഫോമാറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അത് ആക്ച്വലി ഞാൻ ഒരു ഈസിനെസ്സിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി ഇത് V1ൽ നിന്ന് Aയും Bയും റീഡ് ചെയ്ത് V0യിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് V1ൽ നിന്ന് A റീഡ് ചെയ്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു നമ്മളൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഗ്രാമറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഞാൻ പുതിയൊരു സ്റ്റേറ്റ് എഴുതുന്നു. V1ൽ നിന്ന് A റീഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു, അവിടെ നിന്ന് B റീഡ് ചെയ്താൽ V0യിലേക്ക് മൂവ് ചെയ്യും. സോ ഈ ഭാഗവും നമ്മൾ കഴിഞ്ഞു. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ VI ഗീവിംഗ് എന്തെങ്കിലും ഒരു ടെർമിനൽ മാത്രം തന്നിട്ടുണ്ട് എങ്കിൽ, ഇത് B ഒരു ടെർമിനൽ ആണ്, അത് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ആ VIയിൽ നിന്ന് ആ ഒരു ടെർമിനൽ റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് മീൻസ് V1ൽ നിന്ന് B റീഡ് ചെയ്ത് നമ്മളൊരു ഫൈനൽ സ്റ്റേറ്റ് ഇതിന്റെ മീനിങ്. അപ്പൊ ഇതാണ് കറസ്പോണ്ടിങ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ അകത്തെ കറസ്പോണ്ടിങ് ലാംഗ്വേജ് എന്താണെന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയ എക്സ്പ്രഷൻ. അപ്പൊ Aയും Bയും മിനിമം ആണ്, Aയും Bയും വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് AB എത്ര ടേൺസ് വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. A എത്ര ടേൺസ് വേണമെങ്കിലും വരാം. സോ വേണമെങ്കിൽ AB ടേൺസ് എത്ര വേണമെങ്കിലും വരാം. സ്റ്റാർട്ടിംഗ് വിത്ത് A എൻഡിങ് വിത്ത് B ഇൻ ബിറ്റ്വീൻ ABയുടെ എത്ര ടേൺസ് വേണമെങ്കിലും, അതാണ് ഈ കറസ്പോണ്ടിങ് ഗ്രാമറിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇതുപോലെ ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എന്താണ്, കറസ്പോണ്ടിങ് DFA എന്താണെന്ന് വരയ്ക്കുന്നത് ഒരു എക്സാമ്പിളൂടെ നമുക്ക് തരാം. ഇതിലിപ്പോ നമുക്ക് നോക്കാം. X ഗീവിംഗ് ABA, A ഗീവിംഗ് BAB, B ഗീവിംഗ് AA ബാർ BB. അപ്പൊ ഇതിൽ എസും എയും ബിയും ആണ് ഇതിൽ തന്നിരിക്കുന്ന നമ്മുടെ വേരിയബിൾസ്. അപ്പൊ ഇതെന്താണ്, എസിൽ നിന്ന് A റീഡ് ചെയ്ത ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്, B റീഡ് ചെയ്ത് എയിലേക്ക്. അപ്പൊ ഇതിലൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്. എസിൽ നിന്ന് A റീഡ് ചെയ്യുന്നു, B റീഡ് ചെയ്യുന്നു എയിലേക്ക്. നെക്സ്റ്റ് എയിൽ നിന്ന് B റീഡ് ചെയ്ത് A റീഡ് ചെയ്ത്, അപ്പൊ ഇതിലും ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ട്. B റീഡ് ചെയ്ത് A റീഡ് ചെയ്ത് ബിയിലേക്ക്. ഇതും കഴിഞ്ഞു. ബിയിൽ നിന്ന് A റീഡ് ചെയ്ത് എയിലേക്ക്. അപ്പൊ ബിയിൽ നിന്ന് A റീഡ് ചെയ്ത് എയിലേക്ക്. പിന്നെ ബിയിൽ നിന്ന് B റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ബിയിൽ നിന്ന് B റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക്. ഇതാണ് കറസ്പോണ്ടിങ് നമ്മുടെ DFA കാരണം. ഇതെന്താണെന്ന് നോക്കി, AB മിനിമൽ നോക്കുക, AB BA BB, മിനിമൽ AB BA BB ആണ്. ഇനി BA കഴിഞ്ഞ് വേണമെങ്കിൽ ABയുടെ റെപ്പറ്റീഷൻസ് വരാം. അതായത് AB BA കഴിഞ്ഞാൽ ABയുടെ റെപ്പറ്റീഷൻസ് എത്ര വേണമെങ്കിലും വരാം, എൻഡിങ് വിത്ത് PB. ഇതാണ് കറസ്പോണ്ടിങ് അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ്. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ നമ്മളിപ്പോൾ ബേസിക്കലി ഈ ഇതില് നമ്മൾ ഗ്രാമർ എന്താണെന്നും റെഗുലർ ഗ്രാമർ എന്താണെന്നും നെക്സ്റ്റ് ഒരു റെഗുലർ ഗ്രാമറിന്റെ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ വരയ്ക്കാനുമാണ് ഈ എൻ്റെ സെഷനിൽ പഠിച്ചത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്